ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കുറേ ദിവസമായില്ലേ വീഡിയോസൊക്കെ ഇടാതിരിക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ടോ കൊടൈക്കനാലിൽ പോയിട്ട്. അപ്പോൾ നമുക്കിന്ന് കൊടൈക്കനാലിലെ വിശേഷങ്ങൾ കണ്ടാലോ. അപ്പോൾ ദേണ്ട ഞങ്ങൾ ഒരു 5 മണിയൊക്കെ ആയിട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ ഞങ്ങൾ ഊട്ടി വഴിയാട്ടോ പോകുന്നത്. അപ്പോൾ ദേണ്ട ഊട്ടിയിൽ നല്ല അടിപൊളി ഒരു ഹോട്ട് ചോക്ലേറ്റ് സ്പോട്ട് പറഞ്ഞുതരാവേ. സുജി സൂര്യാസ് ആട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഹോട്ട് ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് മോദീസിനേക്കാളും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല ഇങ്ങോട്ട് പോയില്ല ഇത് തന്നെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് നടക്കാം കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റ് നല്ല അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ഊട്ടിയിൽ വരുമ്പോൾ. അപ്പോൾ ദേണ്ടേ നമ്മുടെ ഊട്ടിയിലും മഞ്ഞ് എന്തൊക്കെയാട്ടോ നല്ല തണുപ്പൊക്കെയാണ്. അപ്പോൾ ദേണ്ടേ ഞങ്ങൾ രാത്രിയായപ്പോൾ മേട്ടുപ്പാളയം ചുരം ആട്ടോ ഈ കാണുന്നത്. അപ്പോഴത്തേക്ക് അവിടെ എത്തി. ഞങ്ങൾ വെളുപ്പിന് ഒരു 3 മണിയൊക്കെ ആയപ്പോഴാട്ടോ കൊടൈക്കനാലിൽ എത്തിയത്. അപ്പോൾ നല്ല തണുപ്പ് മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു റൂമൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് രാവിലെ ഫ്രഷായി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നോൺ വെജ് വേണം കേട്ടോ. അപ്പോൾ കൊടൈക്കനാലിൽ രാവിലെ നോൺ വെജ് കിട്ടത്തില്ല, ദോശ കിട്ടില്ല, അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടുള്ളൂ കേട്ടോ. കുറേ ഹോട്ടലിൽ അങ്ങോട്ടും ഇവിടെയൊക്കെ പോയി നോക്കിയേ കിട്ടിയില്ലേ. അപ്പോൾ ഒരു ഹോട്ടലിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കയറിയതാണ്. പക്ഷേങ്കിൽ കുഴപ്പമില്ല, അവിടുത്തെ ഫുഡ് അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ കുഴപ്പമില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ദേണ്ടേ കൊടൈക്കനാലിൽ ലേക്കിലെത്തി കേട്ടോ. അപ്പോൾ നല്ല ട്രാഫിക് ബ്ലോക്കാണേ, നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തി കേട്ടോ. പിന്നെ ഞങ്ങൾ ദേണ്ടേ അവിടെ വന്നിറങ്ങി അവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാമെന്ന് വെച്ചേ. അപ്പോൾ ദേണ്ടേ ബലൂണൊക്കെ വെട്ടി വെച്ച് താഴെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ദേണ്ടേ ആ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബോട്ടിൽ കയറാമെന്ന് വെച്ച് ദേണ്ടേ ടിക്കറ്റൊക്കെ എടുക്കാൻ പോയിട്ടോ. അപ്പോൾ ദേണ്ടേ ടിക്കറ്റിൻ്റെ പ്രൈസ് വരുന്നത് ഇതൊക്കെയാണേ. അപ്പോൾ ഞങ്ങൾ ദേണ്ടേ ടിക്കറ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് ദേണ്ടേ ജാക്കറ്റൊക്കെ ഇട്ട് ബോട്ടിൽ കയറാൻ തയ്യാറായി നിൽക്കാം കേട്ടോ. ഞങ്ങൾ ഈ പെഡൽ ചവിട്ടുന്ന ബോട്ടാട്ടോ എടുത്തത്. അപ്പോൾ അതേണ്ട് കയറിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഉത്സാഹം ഇൻട്രസ്റ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ചവിട്ടി 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 ബോട്ട് നീങ്ങുന്നില്ല കേട്ടോ. അതിനകത്തുനിന്ന് എന്തൊക്കെയോ സൗണ്ടും കേൾക്കുന്നുണ്ടേ. അപ്പം ഞങ്ങൾ വേഗം അവിടുന്ന് തിരിച്ച് പകുതി വരെ പോയിട്ട് പിന്നെയും തിരിച്ചിങ്ങ് പോന്നേ. അപ്പോൾ പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതേൻ്റെ ബോട്ടിലൊക്കെ കയറി തിരിച്ച് പോന്നേ. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഇതേൻ്റെ വഴിയിൽ നിന്ന് കണ്ട ഈ പൊട്ടറ്റോ സ്പ്രിങ് പൊട്ടറ്റോ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. ഒരു 5 പൈസയ്ക്ക് കൊള്ളത്തില്ല, 100 രൂപ കേട്ടോ അതിൻ്റെ വിലയും. ആരും അത് വാങ്ങരുത്. പിന്നെ ദേണ്ടേ ഈ കോളിഫ്ലവറിൻ്റെ ചില്ലി ഉണ്ടായിരുന്നു കേട്ടോ. അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ 2, 3 എണ്ണം വാങ്ങിച്ച് തിന്നേ. അപ്പോൾ ദേണ്ടേ വിശപ്പൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അടുത്ത എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാൻ തോന്നിട്ടോ. അപ്പോൾ കുതിര അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ദേണ്ടേ കുതിരേൻ്റെ പുറത്ത് ഞങ്ങളെല്ലാം കൂടെ വലിഞ്ഞ് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേണ്ടേ പോസൊക്കെ കൊടുക്കുക ഫോട്ടോ എടുക്കാനേ. അപ്പോൾ ദേണ്ടേ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നടന്ന് നടന്ന് ദേണ്ടേ അതിലൂടെ പോയി അടുത്ത വെടിവെപ്പിന് കയറിയിട്ടോ ഞങ്ങൾ. അപ്പോഴത്തേക്കും ഒരു ഉച്ചയൊക്കെ ആയിട്ടോ. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. പിന്നെ ഫുഡ് തപ്പി നടക്കലായിട്ടോ. പിന്നെ ഞങ്ങൾ വില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് അത് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ടേക്ക് പോകാമെന്ന് ഓർത്തു കേട്ടോ. ഭയങ്കര ബ്ലോക്കാണേ. നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാലും വൈകുന്നേരം ആയാലും നമ്മൾ വില്ലേൻ്റെ അവിടെ എത്തുള്ളൂ. അത്രയും ബ്ലോക്കാട്ടോ. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ ദേണ്ടേ ഫുഡ് കഴിക്കാൻ കയറിട്ടോ. ഒരു കേരളക്കാരെ ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ ഹോട്ടലാണേ. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. തൃശ്ശൂർക്കാരെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലും കണ്ടാണേ. അപ്പോൾ ദേണ്ടേ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. പിന്നെ ദേണ്ടേ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, ബീഫ് ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ദേണ്ടേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വില്ലയിലേക്ക് പോന്നേ. അപ്പോൾ തന്നെ സമയം വൈകുന്നേരം ആയിട്ടോ. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് ബ്ലോക്കിൽ പെട്ടായിരുന്നു. അത് കഴിഞ്ഞ് ദേണ്ടേ നമ്മൾ വില്ലയിൽ എത്തിയിരുന്നു കേട്ടോ. അപ്പോൾ വില്ല കണ്ടപ്പോൾ ഒരു സമാധാനമായിട്ടോ. നല്ല അടിപൊളി വില്ല. 2 ബെഡ്റൂമും 2 അറ്റാച്ച്ഡ് ബാത്റൂമും ആട്ടോ ഇതിന് വരുന്നത്. പിന്നെ ഒരു ഹാളും. പിന്നെ അതേപോലെ നല്ല അടിപൊളി വ്യൂ ആട്ടോ. നല്ല ക്ലൈമറ്റുമാണ് ഇപ്പോൾ അവിടുത്തെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നല്ല പീസ് ആയിട്ടുണ്ട് കേട്ടോ. അവിടെ ബ്ലോക്കിൽ പെട്ടതിൻ്റെ സങ്കടം എനിക്ക് ഈ വില്ല കണ്ടപ്പോൾ മാറി കേട്ടോ. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അത്രയും ബ്ലോക്കിൽ പെട്ടായിരുന്നു കേട്ടോ. ഇനി രാത്രിത്തേക്കുള്ള ഫുഡൊക്കെ നമ്മൾ പോയി വാങ്ങിയിട്ട് വരണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കൊടൈക്കനാൽ വിഷയം ഇത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കി ഇനി നാളെ നമുക്ക് കൊടൈക്കനാലിൽ ബ്ലോക്ക് കാരണം കാണാൻ പറ്റുമല്ലോ എന്ന് നോക്കാവേ. അപ്പോൾ ദേണ്ടേ നമ്മൾ രാവിലെ എണീറ്റ് എന്നാൽ പിന്നെ രാവിലെ തന്നെ ഗുണ കേവി പോകാമെന്ന് ഓർത്തിട്ട് തന്നെ നമ്മൾ രാവിലെ തന്നെ തിരിച്ചിട്ട് ഒരു 10 മണിയായപ്പോൾ നമ്മൾ ഇറങ്ങി. അപ്പോൾ ബ്ലോക്ക് കാരണം കാണാൻ പറ്റില്ലോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് പോയിട്ട് ഇനി നോൺ വെജ് ഒന്നും തപ്പിക്കൊണ്ടിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് കിട്ടിയ ദോശയും ചമ്മന്തിയും സാമ്പാറെല്ലാം കൂട്ടി ഞങ്ങൾ ദേണ്ട കഴിച്ചിട്ട് പോകട്ടോ. ബ്ലോക്ക് കണ്ടോ, ഒരു ഇഞ്ച് വണ്ടി അനങ്ങുന്നില്ല കേട്ടോ. അവിടെ കിടക്കുക, ഒട്ടും ബ്ലോക്ക് മാറുന്നില്ല. ലാസ്റ്റ് ഞങ്ങൾ ഇങ്ങനെ മെല്ലെ 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 വരും കേട്ടോ. ബ്ലോക്കിലും പെട്ടുപോയി. ലാസ്റ്റ് ഗുണക്കേവിൻ്റെ അവിടെ എത്താനായി. ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞു. ഒരു 3 മണിയായി കാണും തോന്നുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിൻ്റെ ടിക്കറ്റ് എടുത്ത് അപ്പോഴാട്ടോ ഉള്ളിലേക്ക് പോകുന്നത്. അതുവരെ ബ്ലോക്കായിരുന്നു കേട്ടോ. നിന്ന് 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 പോകുന്ന തന്നെ ഇല്ലായിരുന്നേ. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിശക്കാനും തുടങ്ങി കേട്ടോ. ബാക്കിലേക്കും വണ്ടി എടുക്കാൻ പറ്റില്ല, മുമ്പിലേക്കും വണ്ടി എടുക്കാൻ പറ്റില്ല. പെട്ടുപോയിട്ടോ. ലാസ്റ്റ് ഒരു ദൈവദൂതം പോലെ ഞങ്ങൾക്കൊരു ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ വഴിയരികിൽ ഇങ്ങനെ ബിരിയാണി വേണമെന്ന് വെച്ചിട്ട് ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കണ്ട വഴി കാണാത്ത വഴി ഞങ്ങൾ ഒരു 3 എണ്ണം വാങ്ങി കയ്യിൽ വെച്ച് ദേണ്ടേ കാറിലിരുന്ന് തിന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ദേണ്ടേ നമ്മൾ ഗുണാക്കേവിൻ്റെ മുമ്പ് ഒരു സ്പോട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ദേണ്ടേ അത് കാണാൻ വേണ്ടി അവിടെ ഇറങ്ങി കേട്ടോ. നല്ല മഞ്ഞാണ്, നല്ല തണുപ്പ്, നല്ല മഞ്ഞും ഉണ്ട് കേട്ടോ. കറക്റ്റ് സമയത്ത് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നല്ല മഴ കേട്ടോ. പിന്നെ മഴയത്ത് കുറച്ച് നേരം നിന്ന് പിന്നെ നോക്കി നിന്നിട്ട് സമയം പിന്നെയും പോകില്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ പിന്നെ ആ മഴയത്ത് തന്നെ അങ്ങ് ഇറങ്ങി നടന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഞ്ഞും മഴയും അമ്മോ ഭയങ്കര തണുപ്പൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോന്നേ. പിന്നെ കുറച്ചും കൂടെ മുമ്പോട്ട് പോയി നമ്മുടെ ഗുണാക്കേവ് എത്തിട്ടോ. പിന്നെ ദേണ്ടേ ഞങ്ങൾ ഗുണാക്കേവിലെത്തി നടന്ന് കുറച്ച് ഉള്ളിലേക്ക് പോണേ. എന്തോരം തിരക്കാണെന്നറിയാം, നല്ല തിരക്കാട്ടോ. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ വണ്ടിയൊക്കെ നല്ല ബ്ലോക്കാണ്. പിന്നെ അതേപോലെ തന്നെ മനുഷ്യന്മാരും അതെ കേട്ടോ. നമുക്കൊരു ഫോട്ടോ പോലും മര്യാദയ്ക്കൊന്നും എടുക്കാൻ പറ്റില്ല, അത്രയും തിരക്കാണ്. പിന്നെ ഞാൻ ആ മരത്തിൻ്റെ പുറത്തേക്ക് ഇതിൻ്റെ വലിഞ്ഞ് വലിഞ്ഞ് കയറിയിട്ടോ. എന്നിട്ട് 1, 2 ഫോട്ടോസൊക്കെ എടുത്തേ. പിന്നെ ഞങ്ങൾ ദേണ്ടേ അതിൻ്റെ മേലെ കയറിയിട്ടോ. ഭയങ്കര തിരക്കാട്ടോ. എങ്ങനെയൊക്കെയോ ഞങ്ങൾ തള്ളി മാറി മേലെ എത്തി. അപ്പോൾ മേലത്തെ വ്യൂ ആട്ടോ ഈ കാണുന്നത്. ഇത് കാണാനാണ് അവിടെ നിന്ന് മേലെ വരെ വന്നത് ഞങ്ങൾ.
ഇതൊക്കെ കണ്ട് ഇതുണ്ടോ എന്തോരം തിരക്കാന്ന് കണ്ടോ. ഇത് കഴിഞ്ഞ് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടി. പിന്നെ ദേണ്ട ഈ കാണുന്ന കേട്ടോ പൈൻ ഫോറസ്റ്റ്. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ നിന്നില്ല കേട്ടോ. പിന്നെ ഈ ബ്ലോക്കും കാരണം എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയാൽ മതി എന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇത് കാണാനും പറ്റൂല എന്തായാലും ബ്ലോക്ക് കാരണം. ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ടാട്ടോ ഗുണ കേവ് കണ്ടേ. അതിൻ്റെ തലേ ദിവസം സ്റ്റാർ ലേക്കിൽ വെറുതെ സമയം പോയി. പിന്നെ ദേണ്ട ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു ചുരമൊക്കെ ഇറങ്ങി. പിന്നെ നമ്മൾ ദേണ്ട പഴനി എത്തിയപ്പോൾ ദിണ്ടുക്കൽ തലപ്പാക്കട്ടി കയറിട്ടോ. അടിപൊളി ഫുഡ് ഒന്നും പറയാനില്ല. നല്ല അടിപൊളി ഫുഡായിരുന്നു. മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും പിന്നെ ചിക്കൻ സൂപ്പും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ കൊടൈക്കനാൽ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോയാൽ മതി കേട്ടോ. ബ്ലോഗ് കാരണം ഒന്നും കാണാൻ അധികം പറ്റത്തില്ല സീസൺ ടൈമിൽ പോയാൽ. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടാൻ കുറച്ച് ലോങ് ആവുന്നത് കുറച്ച് തിരക്കുകളൊക്കെ കൊണ്ടാട്ടോ. പിന്നെ എക്സാം ടൈം ഒക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ തിരക്കാവേ. അപ്പോൾ എൻ്റെ വീഡിയോസ് കുറച്ച് ലോങ് ആയതുകൊണ്ട് തോന്നുന്നു എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഞാൻ വീഡിയോസ് ഇടുന്ന കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ ഗൈസ്.